ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റവാ കഅബുൽ അഹ്ബാരി റളിയല്ലാഹു അൻഹു. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ധാരാളം ഹദീസൊക്കെ റിപ്പോർട്ട് ചെയ്ത മഹാനാണ്. താബിഈയാണ് മൂപ്പര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തൊക്കെ ജീവിച്ച ആളാണ്. ഒരുപാട് ആയുസ് ജീവിച്ച മനുഷ്യനുമാണ്. പക്ഷേ മുത്തനബി ജീവിക്കുന്ന കാലത്ത് ഇസ്ലാമിലേക്ക് വരാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അതുകൊണ്ട് ഭാഗ്യം ഉണ്ടായില്ല, സഹാബി എന്നുള്ള ഭാഗ്യം കിട്ടിയില്ല എന്ന് മാത്രം. ഇല്ലേ? ലമ്മ അറാദല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചപ്പോൾ, ഇദ്ഹാറൻ നൂരിൽ മഖ്സൂൻ, ഖജനാവിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ടതായിരിക്കുന്ന ആ വണ്ണമാക്കപ്പെട്ട നൂറിനെ ലോകത്തേക്ക് ഇദ്ഹാർ ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ, വൈബ്റാസൽ ജൗഹരിൽ മക്നൂൻ, ചിപ്പിയിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ടതായിരിക്കുന്ന രത്നം മുത്തുമണി ഉണ്ടല്ലോ, അതിനെ ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചപ്പോൾ, മിൻ അബ്ദില്ലാഹി ലാ ബത്നി ആമിന, അബ്ദുള്ള എന്നവരിൽ നിന്ന് ആമിന ബീവിയുടെ ഗർഭാശയത്തിലേക്ക് ഇബ്രാസ് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ, എങ്ങനെയുള്ള ആമിന ബീവിയാണെന്നറിയോ? അതുഹരി ഫതാത്തിൻ ഫിൽ അറബി, അറബികളെ കൂട്ടത്തിലെ സ്ത്രീകളെ കൂട്ടത്തിൽ ഏറ്റവും പരിശുദ്ധയായ, ജീവിതത്തിൽ മറ്റൊരാണിനെ നോക്കാതെ ഏതെങ്കിലും പെണ്ണിൻ്റെ ഭാഗത്തേക്ക് ഒരാണിൻ്റെ ഭാഗത്തേക്ക് ചിന്തിക്കാതെ ആക്കുന്ന ശുദ്ധമതിയാണ് ആര്? ആമിന ബീവി. ബദാലിക, ആ സംഭവം പിന്നെ ജവാബി ലമ്മൻ്റെ ജവാബിന് അമറ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിലൊരു ഇത് വരെ മുഴത്തിൽ ദാലിക ഫി ലൈലത്തിൽ ജുമുഅ, അതൊരു വെള്ളിയാഴ്ച രാവിലായിരുന്നു. ആ ലൈംഗികബന്ധം നടന്നത് ഒരു വെള്ളിയാഴ്ച രാവിലാണ്. മീൻ ഷഹിരി റജബ എന്ന് വായിക്കാനാണ് നല്ലത്. എല്ലാവരും റജബിൻ എന്ന വായിക്കൽ പറ്റുകയും ചെയ്യും. നല്ല വായന റജബ എന്നാണ്. കാരണം വായിക്കാനായ റജബ് ഉദ്ദേശിക്കുമ്പോൾ വരും സെരിഫാവും. ഏതോ റജബ് എന്നാണെങ്കിലോ റജബിൻ നീക്കാരം. അല്ലാഹു വാരിക്കലനാഫി റജബിൻ വശാബാൻ, അവിടെ റജബിൻ തന്നെ നല്ലത്. റജബ എന്നറിയുമ്പം ഈ ഒരു മുഅയ്യനായ റജബിൽ നിന്ന് വരും. നമുക്ക് എല്ലാ റജബിലും ഇറക്കുന്നുണ്ടായിക്കോട്ടെ, അവിടെ റജബിനാണ് നല്ലത്. പിന്നെ അപ്പോൾ ഇവിടെ റജബാണ് നല്ലത്. ഇവിടെ ചില വഖഫ് ചെയ്താൽ വായിച്ചാൽ കള്ളി പൊടിയില്ലല്ലോ. അങ്ങനെ പ്രധാന ഷഹീദ് റജബ് എന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ പാക്കൂല അത്. പിന്നെ റജബ് മാസത്തിൽ നിന്നുള്ള വെള്ളിയാഴ്ച രാവിൽ. പിന്നെ ഏതായാലും അങ്ങനെ ഉദ്ദേശിച്ചപ്പോൾ അമറ റിദ്വാൻ അലൈഹിസ്സലാം, സ്വർഗത്തിൻ്റെ പാറാവുകാരനായിരിക്കുന്ന റിദ്വാൻ അലൈഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചു, ഫതഹ അബ്വാബൽ ജിനാൻ, ഏറ്റവും നല്ലത് ഫുത്തിഹ അബ്വാബുൽ ജിനാൻ എന്നാണ് ചില കോപ്പികളിലൊക്കെ ഇറക്കത്തിട്ട് വെക്കപ്പെട്ടത്. നിങ്ങളിലൊക്കെ അങ്ങനെ അത് ഏറ്റവും നല്ല വായന ഫതഹ അബ്വാബുൽ ജിനാൻ എന്നാണ്. മൂപ്പരോട് കൽപ്പിച്ചപ്പോൾ വേറെ ആരോ ഒന്ന് തുറന്നിക്കല്ല, മൂപ്പര് തുറന്നു തന്നെ യോജിപ്പില്ല. അവിടെ റിദ്വാനെ ഗേറ്റ് തുറക്കടാന്ന് പറഞ്ഞപ്പോൾ ഫതഹ, ആര് തുറന്നു? റിദ്വാൻ അലൈഹി സ്വലാം തുറന്നു അബ്വാബൽ ജിനാൻ. പിന്നെ ഫുത്തിഹയാണെങ്കിൽ ഏറ്റവും പിന്നെ യോജിപ്പ് ഫുത്തിഹത്ത് അബ്വാബുൽ ജിനാൻ ഏറ്റവും നല്ലത് അവിടെ വായന. അങ്ങനെ താവില്ലല്ലോ അവിടെ. ശരി, അതിൽ ഫതഹ എന്നാ ഫുത്തിഹത്ത് അബ്വാബുൽ ജിനാൻ താവുണ്ടോ? എന്നാലും അതിലേറെ നല്ലത് ഏത് തന്നെയാണ്? കൽപ്പിച്ചപ്പോൾ മഹാനർ തുറന്നു തന്നെയാണ് ഏറ്റവും യോജിപ്പുള്ളത്. അബുവാബ നസ്ബൈറ്റ്. പിന്നെ ഹൂറിലിങ്ങളതായിരിക്കുന്ന തരുണീമണികളുണ്ടല്ലോ, അവരൊക്കെ മൊഞ്ചത്തികളായി. വൽ വിൽദാൻ, സ്വർഗത്തിലതായിരിക്കുന്ന വിൽദാനും മുഹല്ലദു എന്ന് പറഞ്ഞ വിൽദാനില്ലേ, ആ വിൽദാനും പോലും ഒക്കെ ഒന്ന് പ്രത്യേകം അണിഞ്ഞൊരുങ്ങി. ദുഃഖത്ത് ബശായിറുൽ അഫ്രാഹ്, സന്തോഷങ്ങളുടെ സന്തോഷവാർത്തകൾ വന്ന് മുട്ടപ്പെട്ടു. താനാഭാഗത്തിൽ നിന്നും വന്നിങ്ങനെ ഹാപ്പി പറഞ്ഞു. ദുഃഖാന്ന് മശൂലാക്കി പറഞ്ഞു. ആരാ? എല്ലാവരുടെ ഭാഗത്തിൽ നിന്നുണ്ട്. എല്ലാവരുടെ ഭാഗത്തിൽ നിന്നും മർഹബയാണ്. പിന്നെ സന്തോഷവാർത്തയോട് സന്തോഷ വാർത്ത. ഈ ഇങ്ങനെ വന്നുകാണ്ട് ചവിട്ടിൻ്റെ ആരാ ഭാഗത്ത് വന്നിട്ട് മുട്ടിയും അതാ മുട്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. പിന്നെ വസ്സഹറത്ത് കവാകിബു സ്വബാഹ്, പ്രഭാതത്തിൻ്റെ കൗക്കബുകളുണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് പ്രകാശിച്ചു. ഫനാദാ മുനാദിൻ, എന്തോ ഒരു വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു, ഒരു അശരീരി വിളി ഉയർന്നു. എന്താണ് ആ വിളിനാദം?
ഫിസ്സമാഇ വൽ അർള്, ആകാശലോകത്തും ഭൂമിലോകത്തും ഒരു മുനാദി വിളിച്ചു പറയുന്നു, അലാ ഏ ഇന്നൻ നൂറൽ മക്നൂന മിന്നു സയ്യിദുൽ ബശർ ഫീ ബത്നി ആമിനത ഖദ് ഇസ്തഖർ. ഇന്നൻ നൂറ, നിശ്ചയമായിട്ടും ഒരു നൂറ്, അൽ മക്നൂന മിൻഹു, അൽ മക്നൂന, മക്നൂനായ, നേരത്തെ പറഞ്ഞ മക്നൂനില്ലേ, ആ മക്നൂനായ ചിപ്പിക്കകത്ത് ഒളിച്ചു വെക്കപ്പെട്ടതായിരിക്കുന്ന പിന്നെ ഒളിച്ചു വെക്കപ്പെട്ട നൂറ്, മിൻഹു സയ്യിദുൽ ബശരി, ആ അതിൽ നിന്നാണ് സയ്യിദുൽ ബഷർ, അങ്ങനെയുള്ളത് അതായിരിക്കുന്ന ആ നൂറ്, ഈ ആ ഖദിസ്തഖറ ഫീ ബത്നി ആമിനത, ആമിനയുടെ ഗർഭാശയത്തിൽ മുസ്തഖിറായിരിക്കുന്നു. ഈ ഫീന് മുതാലിക്കും കേട്ടാ. ഇനി മിൻഹു എന്ന ഹൂനെ നമുക്ക് ഏക്ക് മടക്കാന്നറിയോ? അബ്ദുല്ലാഹിലേക്ക് അങ്ങോട്ടും മടക്കാം. അപ്പം എന്താവും അർത്ഥം? പിന്നെ ആവരിൽ നിന്ന്, ആരിൽ നിന്ന്? അബ്ദുള്ള എന്നവരിൽ നിന്ന് ആമിനയുടെ ഗർഭാശയത്തിലേക്ക് മുസ്തഖിറായിരിക്കുന്നു എന്ന് അങ്ങോട്ടും മടക്കാം. അല്ലെ പിന്നെ ആ നീൽ നിന്നാണ് സയ്യിദുൽ ബഷർ, അങ്ങനെയുള്ള അങ്ങോട്ടും വെക്കാം. ഫലമ്മന്തകല നൂറു നബിയിന, ചില കോപ്പിയിൽ ഇങ്കത്തലാന്ന് നൂനും കാഫും അങ്ങോട്ട് കൊണ്ട് മാറി നടക്കുന്നുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് ഇന്ദക്കലാണ്, ഇന്ദക്കല എന്തൊക്കെയില്ല, നീങ്ങി നേരത്തുള്ള. പിന്നെ ഫലമ്മന്തകല നൂറു നബിയിന, നമ്മുടെ മുത്തരബിൻ്റെ നൂറ് അങ്ങനെ നീങ്ങിയപ്പോൾ, അഥവാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ അബ്ദില്ലാഹില ബത്നി ആമിനത, അബ്ദുല്ലാഹുവിൽ നിന്ന് ആമിന ബീവിയുടെ ഗർഭാശയത്തിലേക്ക് നീങ്ങിയപ്പോൾ, ഇഹ്തസ്സൽ അർശു, അള്ളാഹുവിൻ്റെ അർശ് പുളകം കൊണ്ടു, തൊറബൻ ഹരത്തിനാൽ, വസ്തുബിസാറ സന്തോഷത്തിനാലും, വസാദൽ കുർസിയു, അള്ളാഹുവിൻ്റെ വസ്യ കുർസിയു സമാവാത്തി വൽ അർളാന, കുർസിയില്ലേ അത് ഏറി, എന്തിനാൽ? ഹൈബത്തൻ, ഭയത്തിനാലും, വക്കാറൻ, ഗാംഭീര്യതയാലും ഏറി. വംതലത്തി സമാവാത്തു അൻവാറ, ആകാശങ്ങൾ നിറഞ്ഞു കവിഞ്ഞു നൂറുകളാൽ, വലജ്ജത്തിൽ മലായികത്തു, മലക്കുകൾ ചലവിലവുണ്ടാക്കി, തഹ്ലീലിനാലും വസ്തിഗ്ഫാറ, ഇസ്തിഗ്ഫാറിനാലും തഹ്ലീലിനാലും ഒച്ച വെച്ചു. ഈ പക്ഷികളൊന്നും കൂടെ ഒച്ച ഉണ്ടാക്കുമ്പോൾ എന്തൊരു ഒച്ച ഉണ്ടാവില്ലേ, അതേമാതിരിയുള്ള ശബ്ദത്തിനാണ് വജ്ജ അറിയൽ. ഫാസ്ബഹത്തു ആമിന, ആമിന ബീവി നേരം വെളുത്തു, തിൽക്കല്ലയില, ആ രാത്രി, ആ നേരം വെളുത്തപ്പോൾ മുപ്പത്തിയുടെ മുഖം എങ്ങനെയാണെന്നറിയോ? ഇന്നലത്തെ ആമിന ബീവി എല്ലാം നേരം വെളുത്ത് നോക്കുമ്പോൾ, ഇന്നലെ വൈകുന്നേരം വരെ ആമിന ബീവിൻ്റെ മുഖമാവലെല്ലാം നേരം വെളുത്ത് നോക്കുമ്പം, വല്ലൻവാറു, നൂറുകൾ തലുഹു, അത് വെളിവാകുന്നു, ഫീ ജബ്ഹത്തിഹൽ മുത്തമിന, ആ നിർഭയം മുറ്റി നിൽക്കുന്ന നെറ്റിത്തടത്തിൽ പ്രകാശം ഇങ്ങനെ ലംഘുന്നുണ്ട്. വാമിനത്തി ബിഹി, വാമിനത്ത് ആമിന ബീവി നിർഭയായിട്ടുണ്ട്, ബിഹി നബി കാരണമായി, മിനൽ മഹാവിഫിൽ കാമിന, എല്ലാ ഒളിഞ്ഞു കടന്നിരുന്നതായ ഭയങ്ങളെ തൊട്ടും. ഗർഭിണികളായ സ്ത്രീകൾക്ക് പൊതുവെ പടച്ചോനെ എത്താ കാട്ടാന്നില്ല, പാടൊരു പിള്ളേർ എന്തായാലും ഭയമുള്ളിലേക്ക് കയറും. ആ ഇത്തൊരു ഒരു പേടി മൂപ്പത്തിയായിരിക്കില്ല. വല്ലാഹർത്തിൽ എന്തിക്കാരിനൂരില്ലായാത്ത്, ആ നൂറ് അവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങിണ് എന്നുള്ള എനിക്ക് ധാരാളം ആയാത്തുകൾ ലാഹിറായി, പല അടയാളങ്ങളും. ഫതബാശർതു ബിഹി ജമീഉൽ മഖ്ലൂഖാത്ത്, ഫതബാശർത്ത് പരസ്പരം അങ്ങുമിങ്ങും സന്തോഷവാർത്ത പറയാൻ തുടങ്ങി. ബിഹി നബിതങ്ങളുടെ ളുഹൂർ ലോകത്തേക്ക് വരുന്നുണ്ട് എന്നുകൊണ്ട്, ജമീഉൽ മഖ്ലൂഖാത്ത് സർവ്വ മഖ്ലൂഖാത്തുകളും അങ്ങുമിങ്ങും സന്തോഷവാർത്ത പറയാൻ തുടങ്ങി.